അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഇനി സൂറത്തു തൗബ സൂക്തം 43. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. عفى الله عنك لما أذنت لهم حتى يتبين لك الذين صدقوا وتعلم الكاذبين. عفى الله عنك, അല്ലാഹു താങ്കൾക്ക് മാപ്പ് നൽകിയിട്ടുണ്ട്. ലിമ അദിൻത ലഹും, എന്തിനാണ് താങ്കൾ അവർക്ക് അനുമതി നൽകിയത്. ഹത്താ യതബയ്യന ലക, താങ്കൾക്ക് വ്യക്തമാകുന്നത് വരെ. അല്ലദീന സ്വദഖൂ, സത്യം പറഞ്ഞവരെയും. വതഅലമൽ കാദിബീൻ, കളവ് പറഞ്ഞവരെയും. ഒന്നുകൂടെ അർത്ഥം പറയാം. അഫല്ലാഹു അൻക, അല്ലാഹു താങ്കൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. അഫ യഅഫു, അഫുവ് നമ്മൾ നോമ്പിനൊക്കെ ചൊല്ലാറില്ലേ, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫുവ ഫഅഫു അന്നി. അല്ലാഹ് നീ മാപ്പ് നൽകുന്നവനാണ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പേരാണത്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫുവ, മാപ്പ് നൽകൽ നിനക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് അഫല്ലാഹു അൻക, അല്ലാഹു താങ്കൾക്ക് മാപ്പ് നൽകിയിട്ടുണ്ട്. ലിമ അദിൻത ലഹും, പിന്നെയാണ് വിഷയം പറയുന്നത്. നീ അവർക്ക് വിടുതൽ അനുവദിച്ചത് എന്തിന്, അല്ലെങ്കിൽ എന്തിന് സമ്മതം കൊടുത്തു. എന്തിനാണ് ഈ സമ്മതം നമുക്ക് പറയാം. ഹത്താ യതബയ്യന ലക, താങ്കൾക്ക് വ്യക്തമാകുന്നത് വരെ. അല്ലദീന സ്വദഖൂ, അല്ലദീന സ്വദഖൂ, സത്യം പറഞ്ഞവരെ. അല്ലദീന ഒരു വിഭാഗത്തെ, സ്വദഖൂ അവർ സത്യം പറഞ്ഞിരിക്കുന്നു, അങ്ങനെയുള്ളവരെ. വതഅലമ, താങ്കൾക്ക് വ്യക്തമാകുന്നത് വരെയും. അൽ കാദിബീൻ, കദിബ് നുണ പറയുന്നവരെ, കളവ് പറയുന്നവരെ. എന്താണ് വിഷയം നമുക്കറിയാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്കുള്ള യുദ്ധത്തിന് ആഹ്വാനം നൽകിയപ്പോൾ സാത്വികരായ വിശ്വാസികളൊക്കെയും അത് അംഗീകരിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിന് പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തി തുടങ്ങി. പക്ഷേ കാപ്പട്യമുള്ളവർക്ക്, കപടന്മാർക്ക് ഒട്ടും താല്പര്യമില്ല യുദ്ധത്തിന് പോകാൻ. കാരണം അവർ വിശ്വാസികളല്ല, വിശ്വാസികളുടെ പരാജയം കൊതിക്കുന്ന, വിശ്വാസികളുടെ സമൂഹത്തിനകത്ത് കടന്നു കയറിയ നിഷേധികളാണ്. ഒരുതരം ചാരപ്രവർത്തനമൊക്കെയാണ് പലപ്പോഴും അവർ നടത്തുക. അപ്പോൾ അവരിൽപ്പെട്ട പലരും, അവരിൽപ്പെട്ട ഒട്ടുമിക്ക ആളുകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഓരോരോ കാരണം പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് വിടുതൽ വാങ്ങിക്കൊണ്ടിരുന്നു. വീട്ടിലാളില്ല, വീട്ടുകാർക്ക് പേടിയാകും, ഞാൻ യുദ്ധത്തിന് പോന്നാൽ അവിടെയുള്ള സ്ത്രീകളെ കാണുമ്പോൾ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകും, ഇങ്ങനെയൊക്കെ തീർത്തും ബാലിഷ്യമായ കാരണങ്ങൾ പറഞ്ഞ് അവർ അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് യുദ്ധത്തിന് വരാതിരിക്കാൻ ലീവ് തരണം, അനുമതി തരണം, ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുണകാംക്ഷയോടുകൂടി അവരെ ഈ സമുദായത്തിനകത്ത് ആത്മാർത്ഥതയുള്ളവരായി കിട്ടാനുള്ളൊരു സാധ്യത വിദൂരമാണെങ്കിലും അത് വെച്ചുകൊണ്ട് അദ്ദേഹം എല്ലാവർക്കും സമ്മതം കൊടുത്തു. ഇതിൻ്റെ പേരിൽ ഇനി വിശ്വാസികളിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവണ്ടല്ലോ എന്നുകൂടി ആയിരിക്കണം അള്ളാഹു ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ സമ്മതം കൊടുത്തത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഇഷ്ടമായില്ല. അതാണ് ആദ്യം തന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. അതൊരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ വിലയിരുത്തുന്നിടത്ത് വന്ന ഒരു വീഴ്ചയെന്നോ ഒരു പ്രയാസം എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ സംബന്ധിച്ച് പറയാം. അള്ളാഹു തആല ആദ്യമേ പറഞ്ഞു അഫല്ലാഹു അൻക, അള്ളാഹു അത് അഫുവാക്കിയിരിക്കുന്നു, വിട്ടിരിക്കുന്നു, അതൊരു വിഷയമല്ല, പോട്ടെ. അതാണ് അള്ളാഹു താങ്കൾക്ക് മാപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ എന്തിനാണ് താങ്കൾ അവർക്ക് സമ്മതം കൊടുത്തത്. അപ്പോൾ ആ സമ്മതം കൊടുത്തത് ശരിയായില്ല എന്നുള്ളൊരു സൂചനയാണ്. അഫല്ലാഹു അൻക ലിമ അദിൻത, ഇതിന് എന്ന സമ്മതം എന്നാണ്, അതിനാണ് സമ്മതം കൊടുത്തു. ലിമ എന്തിനാണ്, അദിൻത താങ്കൾ സമ്മതം കൊടുത്തത്, ലഹും അവർക്ക്.
ഹത്താ യതബയ്യനലക, തബയ്യനാണ് വ്യക്തമാകുക, സ്പഷ്ടമാകുക, താങ്കൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നത് വരെ അല്ലദീന സ്വദഖു, സത്യം പറയും. ഇതിൽ ചിലപ്പോൾ നിഷ്കളങ്കരായ ന്യായമായ കാരണങ്ങൾ ഉള്ളവരുണ്ടായിരിക്കും. കുട്ടികൾക്കും സ്ത്രീകൾക്കും രോഗികൾക്കൊക്കെ അല്ലാഹു തആല യുദ്ധത്തിന് പോകുന്നതിൽ നേരത്തെ തന്നെ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അല്ലാത്തവർ യുദ്ധാഹ്വാനം ഉണ്ടായാൽ ആവശ്യത്തിനനുസരിച്ച് പുറപ്പെടണം. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ആരാണ് ന്യായമായ കാര്യം സത്യം പറഞ്ഞത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വ്യക്തമാകുന്നതിൻ്റെ മുമ്പ് അങ്ങ് എന്തിനവർക്ക് സമ്മതം കൊടുത്തു? കാരണം അവർ കാപട്യമുള്ളവരാണ്. കാപട്യം എന്ന് പറയുന്നത് കടുത്ത രോഗമാണ്, അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടമില്ലാത്തതാണ്. വിശ്വാസികൾ എന്നും ഈ കാപട്യത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കേണ്ടവരാണ്. അഫല്ലാഹു അൻക, അള്ളാഹു താങ്കൾക്ക് മാപ്പ് നൽകിയിട്ടുണ്ട്. ലിമ അതിൻത ലഹും, എന്തിനാണ് താങ്കൾ അവർക്ക് അനുമതി കൊടുത്തത്? ഹത്താ യതബയ്യന ലക, താങ്കൾക്ക് വ്യക്തമാകുന്നത് വരെ അല്ലദീന സ്വദഖു, സത്യം പറഞ്ഞവരാരാണെന്നും വതഅലമൽ കാദിബീൻ, കളവ് പറയുന്നവർ ആരൊക്കെയാണെന്നും താങ്കൾക്ക് വ്യക്തമാകുന്നത്. ഇനിയിപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് സമ്മതം കൊടുത്തില്ല എന്ന് വെക്കുക, എന്നാലും അവർ പുറപ്പെടാൻ പോണില്ല. കാരണം അവർ മുഅ്മിനുകളല്ല, അവർ നിഷേധികളാണ്. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ നിന്ന് പുറപ്പെടുന്നതിൽ ആർക്കും ഇളവില്ല, യുദ്ധത്തിന് പുറപ്പെടുന്നതിൽ നിന്ന് ആർക്കും ഇളവില്ല എന്ന് പറഞ്ഞാലും ഇവർ യുദ്ധത്തിന് വരില്ല. കാരണം എന്താ? അവർ പ്രവാചകൻ്റെ കൂടെ യുദ്ധത്തിന് പോകൂല എന്ന് ആദ്യമേ തീരുമാനിച്ചവരാണ്. അപ്പോൾ അവർ ഈ കാപട്യം മൂടി വെക്കാനുള്ള ഒരു മറയായിട്ടാണ് ഈ സമ്മതം ചോദിക്കലിനെ ഉപയോഗിച്ചത്. യഥാർത്ഥത്തിൽ അത് മറച്ചു വെക്കണം. ഞങ്ങൾ കപടന്മാരല്ല, ഞങ്ങൾ യഥാർത്ഥ ഭക്തരാണ് എന്ന് റസൂലിനെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തിയതാണ്. യഥാർത്ഥത്തിൽ അതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അനുമതി കൊടുത്തപ്പോൾ അവരുടെ ഈ കാപട്യം മൂടി വെക്കുന്നതിൽ അവർക്ക് വിജയമുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ. റസൂൽ സമ്മതം കൊടുത്തിട്ടില്ലെങ്കിലും ഒരു പുറപ്പെടില്ല. അപ്പോൾ അവരുടെ കാപട്യം പുറത്തു വരുമായിരുന്നു, മറ്റുള്ളവർക്ക് അത് കാണാമായിരുന്നു നേർക്ക് നേരെ എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിന് സമ്മതം കൊടുത്തു എന്നൊരു ചോദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. അതൊരു കുറ്റാരോപണം എന്നുള്ളതിലുപരി അതൊരു നിലപാട് തിരുത്തലാണ്. സമ്മതം കൊടുക്കേണ്ടിയിരുന്നില്ല. എന്തായിരുന്നാലും അത് അള്ളാഹ് പുറത്തിട്ടുണ്ടെന്ന്, അത് ക്ഷമിച്ചിട്ടുണ്ടെന്ന്, മാപ്പാക്കിയിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞതിന് ശേഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരത്തിൽ അല്ലാഹു തആല ചോദിക്കുന്നത് എന്തിന് സമ്മതം കൊടുത്തു എന്ന്. ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. ഞാൻ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുക. അഫല്ലാഹു അൻക, അള്ളാഹു താങ്കൾക്ക് മാപ്പ് നൽകിയിട്ടുണ്ട്. ലിമ, എന്തിനാണ് അതിൻത ലഹും, താങ്കൾ അവർക്ക് അനുമതി കൊടുത്തത്, സമ്മതം കൊടുത്തത്? എന്തിന്? യുദ്ധത്തിന് പുറപ്പെടാതിരിക്കാൻ. ഞങ്ങൾ വരുന്നില്ല, അള്ളാഹുവിൻ്റെ റസൂലെ ഇന്ന കാരണങ്ങളുണ്ട്. ശരി, നീ വരേണ്ടതില്ല. എന്തിന് അത്തരത്തിൽ അവർക്ക് സമ്മതം കൊടുത്തു എന്നാണ്. ലിമ അതിൻത ലഹും ഹത്താ യതബയ്യന ലക, താങ്കൾക്ക് വ്യക്തമാകുന്നത് വരെ അല്ലദീന, ഒരു കൂട്ടരെ സ്വദഖു, അവർ സത്യം പറഞ്ഞിരിക്കുന്നു. സത്യം പറഞ്ഞവർ അതാരാണെന്ന് താങ്കൾക്ക് വ്യക്തമാകുന്നത് വരെ. വതഅലമൽ കാദിബീൻ, കളവ് പറയുന്നവരാരാണെന്നും കള്ളം പറയുന്നവരാരാണെന്നും തങ്ങൾക്ക് തിരിച്ചറിയുന്നത് വരെ അവർക്ക് മാപ്പ്, അവർക്ക് വിടുതൽ, അവർക്ക് അനുമതി കൊടുക്കേണ്ടിയിരുന്നില്ല. താങ്കൾക്കത് നിരീക്ഷിച്ചറിയാൻ സാധിക്കുമായിരുന്നു. കാരണം താങ്കൾ സമ്മതം കൊടുത്തിട്ടില്ലെങ്കിലും അവർ വരില്ല. അപ്പോൾ താങ്കൾക്ക് ഇവരുടെ സ്വഭാവം അറിയാലോ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നും നമ്മൾ അല്ലാഹുവിനോട് കാപട്യത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുക. കാപട്യമെന്ന് പറയുന്നത് വളരെ കടുത്ത അപകടമുള്ളൊരു സുഖക്കേടാണ്, ഒരു രോഗമാണ്, മനസ്സിനെ ബാധിക്കുന്ന രോഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാപട്യ രോഗത്തിൽ നിന്ന് നമ്മെല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഒരു പ്രാർത്ഥനയിൽ ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ, അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖ് വഅമലി മിനർ റിയാ വലിസാനി മിനൽ കദിബ് വഅൈനി മിനൽ ഖിയാന ഫഇന്നക തഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. അല്ലാഹുവേ, എൻ്റെ മനസ്സിനെ കാപട്യത്തിൽ നിന്ന് നീ ശുദ്ധീകരിക്കണമേ. വഅമലി മിനർ റിയാ, എൻ്റെ പ്രവർത്തനങ്ങളെ പ്രകടനപരതയിൽ നിന്നും നീ രക്ഷപ്പെടുത്തണമേ. വലിസാനി മിനൽ കദിബ്, കളവ് പറയുന്നതിൽ നിന്ന് എൻ്റെ നാവിനെ നീ കാക്കണമേ. വഅൈനി മിനൽ ഖിയാന, കണ്ണിൻ്റെ വഞ്ചനയിൽ നിന്ന്, കട്ടുനോട്ടത്തിൽ നിന്നൊക്കെ എന്നെ രക്ഷപ്പെടുത്തണമേ.
കാരണം കണ്ണിൻ്റെ വഞ്ചനയും കണ്ണിൻ്റെ കട്ടുനോട്ടവും മനസ്സ് ഒളിപ്പിച്ച് വെക്കുന്നതും ഇതുമൊക്കെ നിനക്കാണല്ലോ അറിയുക. ഇങ്ങനൊരു ദുആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖ് വഅമലി മിനർ റിയാഅ് വലിസാനി മിനൽ കദിബ് വഅയ്നി മിനൽ ഖിയാന ഫഇന്നക തഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. അതേമാതിരി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഉണർത്തിയിട്ടുള്ള ഒരു സംഗതിയാണ് ഖുശൂഉൻ നിഫാഖ്. ഖുശൂഉൻ നിഫാഖ് കപടഭക്തി എന്നാണ്. കപടഭക്തി. ഖുശൂ' എന്ന ഭക്തി, നിഫാഖ് എന്ന കാപട്യത്തിൻ്റെ ഖുശൂഉൻ നിഫാഖ്. അതെന്താണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ശരീരം ഭക്തി പ്രകടിപ്പിക്കുകയും എന്നാൽ മനസ്സിൽ ആ ഭയപ്പാടോ ഭക്തിയോ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖുശൂഇൻ നിഫാഖ്. കാപട്യത്തിൻ്റെ ഭക്തി. പുറമേക്ക് കണ്ടാൽ നല്ല ഭക്തനാണ്, വേഷം കൊണ്ടും ശരീരത്തിൻ്റെ ഭാഷ കൊണ്ടുമൊക്കെ. പക്ഷെ മനസ്സിൽ അങ്ങനെ ഒരു ഭക്തിയൊന്നുമില്ല. മനസ്സിൽ എപ്പോഴും ഭൗതികതയാണ്, ദുന്യാവിനോടുള്ള താല്പര്യമാണ്, ആസക്തിയാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളോ നിർദ്ദേശങ്ങളോ ഒന്നും പാലിക്കുന്ന വിഷയത്തിൽ താല്പര്യമില്ല. അതൊരു കാപട്യ രോഗമാണല്ലോ. അതുകൊണ്ട് അതിൽ നിന്നും അള്ളാഹുവിനോട് നമ്മൾ കാവലിന് ചോദിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖുശൂഇൻ നിഫാഖ്. കാപട്യത്തിൻ്റെ ഭക്തി, അത് നമ്മൾ കപടഭക്തി എന്ന് പറയുന്നത്. അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കപടഭക്തിയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നിഷ്കളങ്കരായ ഇഖ്ലാസുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളിലും മുത്തഖീങ്ങളിലും നാഥ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തുമാറാകണേ. അള്ളാഹുവേ, ഞങ്ങളുടെ കുട്ടികൾക്ക് നീ നിർമാർഗം നൽകണമേ, സത്യമാർഗം നൽകണമേ, സന്മാർഗം നൽകണമേ. അവരെ മുഅ്മിനീങ്ങളായി, മുത്തഖീങ്ങളായി, മുസ്ലിമീങ്ങളായി, മുഹ്സിനീങ്ങളായി ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകണം. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.